ദയവായിരിക്കാം. Let us turn our Bibles to Book of Ezra, chapter 9, verse 8. എസ്ര 9-ാം അധ്യായം 8-ാം വാക്യം. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് തന്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കൊരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു ക്ഷണം നേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. Here, Ezra speaks about grace, that is a grace of a little space. ഇവിടെ എസ്ര കൃപയെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. ക്ഷണം നേരത്തേക്കുള്ള കൃപ എന്ന് പറഞ്ഞിരിക്കുന്നു. Now for a little space, grace had been showed from the Lord. ഒരു ക്ഷണനേരത്തേക്ക് ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. It is true, we are in grace period. അത് സത്യമാകുന്നു, നാം കൃപാകാലത്താകുന്നു. And from the day of crucifixion, grace period has been started. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം മുതൽ കൃപായുഗം ആരംഭിച്ചു. All through these years, all through these centuries, everyone experienced grace period. ഈ കാലങ്ങളിലെല്ലാം, ഈ നൂറ്റാണ്ടുകളിലെല്ലാം എല്ലാവരും കൃപയെ അനുഭവിച്ചു. But many times we frustrated the grace of God. എന്നാൽ അനേക സന്ദർഭത്തിലും നാം ആ കൃപയെ വൃഥാവാക്കി കളഞ്ഞു. Without measure, He gave us abundance of grace. അളവ് കൂടാതെ ദൈവം തന്റെ കൃപയെ നമ്മളിൽ പകർന്നു. Whenever we called upon His name, നാം അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, whenever we said, "Be merciful on me," ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് നാം പറഞ്ഞപ്പോൾ, He showered His grace upon our lives. അവൻ തന്റെ കൃപയെ നമ്മുടെ മേൽ പകർന്നു. But according to the grace which He has given, we did not walk in His ways. എന്നാൽ അവൻ നമുക്ക് നൽകിയ കൃപയ്ക്കനുസരിച്ച് അവന്റെ വഴികളിൽ നടപ്പാൻ നമുക്ക് സാധിച്ചില്ല. Many times we destroyed or frustrated the grace of God. അനേക സന്ദർഭത്തിലും ആ കൃപയെ നാം വൃഥാവാക്കി കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. And on this another side, grace did many things in our life. മറുഭാഗത്ത് ആ കൃപ നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ ചെയ്തു. It saved our life. അത് നമ്മുടെ ജീവിതത്തെ രക്ഷിച്ചു. It preserved our life. അവൻ നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ചു. It protected our life. അവൻ നമ്മുടെ ജീവിതത്തെ പരിപാലിച്ചു. And He is that grace leading our life. ആ കൃപ നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. And that grace is multiplying in our weaknesses. നമ്മുടെ ബലഹീനതയിൽ കൃപ വർദ്ധിച്ചു വരുന്നു. And like that, in different aspect, we experience the grace of God. ഇപ്രകാരം വിവിധ നിലവാരത്തിൽ കൃപയെ നാം അനുഭവിക്കുന്നു. And we are living only by the grace of God. നാം ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ Like മാത്രമാകുന്നു. St. Paul, we can also say, "I am what I am by the grace of God." വിശുദ്ധ പൗലോസിനെ പോലെ നമുക്കും പറയുവാൻ കഴിയും, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാകുന്നു. Unmerited favor God has shown to us. ദൈവം നമുക്ക് അനവധിയായ കൃപകളെ അല്ലെങ്കിൽ ഭാഗ്യങ്ങളെ നൽകി തന്നു. We were not worthy for it. നാം അതിന് യോഗ്യരല്ലായിരുന്നു. And no way deserve any of the blessings in spiritual life. ആത്മീകമായ യാതൊരു അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ തക്കോണം നാം യോഗ്യരായിരുന്നില്ല. But God has graciously given these experiences. എന്നാൽ ദൈവം കരുണയോടെ ഈ അനുഗ്രഹങ്ങളൊക്കെയും ഈ അനുഭവങ്ങളൊക്കെയും നൽകി തരുന്നു. A word of God says, Noah found grace in the sight of God. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നോഹയ്ക്ക് യഹോവയുടെ ദൃഷ്ടിയിൽ കൃപ ലഭിച്ചു. In Abraham's life also we can see the same thing. അബ്രഹാമിന്റെ ജീവിതത്തിലും അതേ കാര്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. Like that, many saints found grace in the sight of God. അതുപോലെ അനേക വിശുദ്ധന്മാർക്ക് ദൈവത്തിന്റെ കണ്ണിൽ കൃപ ലഭിച്ചു. Moses found grace in the sight of God. മോശയ്ക്ക് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കൃപ ലഭിച്ചു. And people of Israel found grace in the sight of God. ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കൃപ ലഭിച്ചു. And Mary also found grace in the sight of God. മറിയയ്ക്കും ദൈവത്തിന്റെ കൃപ ലഭിച്ചു. And these all led them to found favor from God. ഇവർക്കൊക്കെയും ദൈവത്തിൽ നിന്ന് അവകാശങ്ങൾ അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ ലഭിച്ചു. And they had goodness, അവർക്ക് നന്മ ലഭിച്ചു, life, ജീവൻ ലഭിച്ചു, and compassion, അനുകമ്പ ലഭിച്ചു, and so many blessings in their life. അവരുടെ ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. In our life too, we can say we are standing on the grace of God. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാൻ കഴിയും, നാം കൃപയിലാകുന്നു നിൽക്കുന്നത്. When we consider the life of Lot, ലോത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, God separated from Abraham. ലോത്തിനെ ദൈവം അബ്രഹാമിൽ നിന്ന് വേർതിരിച്ചു. Lot got separated from Abraham. അബ്രഹാമിൽ നിന്ന് ലോത്ത് വേർതിരിക്കപ്പെട്ടു. And he went to separate place. താൻ പ്രത്യേക സ്ഥലത്തേക്ക് കടന്നുപോയി. And he went and dwelt near Sodom. താൻ സോദോമിൽ പോയി പാർത്തു. And there he saw all the wicked works of that people. അവിടെയുള്ള ജനത്തിന്റെ ദുഷ്ടതയൊക്കെയും താൻ കണ്ടു. Even after he did not leave that place. അതിനുശേഷവും ആ സ്ഥലം വിട്ടു അവൻ കടന്നു പോകുന്നില്ല. And he was lingering there. അവിടെ തന്നെ താൻ ആയിരുന്നു. And he started dwelling there. അവിടെ താമസിപ്പാൻ ആരംഭിച്ചു. In his righteous heart there was pain. അവരുടെ ലോത്തിന്റെ നീതിയുള്ള ഹൃദയത്തിൽ വേദനയുണ്ടായിരുന്നു. But he continued in that place. എന്നിരുന്നാൽ തന്നെയും അതേ സ്ഥലത്ത് തന്നെ താൻ തുടർന്നു. Even God would have talked to him many times. അനേക സന്ദർഭത്തിലും ദൈവം തന്നോട് സംസാരിച്ചു കാണാം, leave this place. ഈ സ്ഥലം വിട്ടു പോകുക, this is not your place. ഈ സ്ഥലം നിന്റേതല്ല. And you should not
mingle with these people. ഈ ജനത്തോട് നീ ഇടകലരരുത്. But he was there. എന്നാൽ താൻ അവിടെയായിരുന്നു. One day, God sent 2 angels ഒരു ദിവസം ദൈവം തന്റെ 2 ദൂതന്മാരെ അയച്ചു. and he invited them. ലോത്ത് ദൂതന്മാരെ ക്ഷണിച്ചു. And they said, we will stay in the streets. ഞങ്ങൾ തെരുവിൽ താമസിക്കാമെന്ന് അവർ പറഞ്ഞു. But he did not allow. എന്നാൽ ലോത്ത് അതിന് അനുവദിച്ചില്ല. Come to me എന്റെ അടുക്കിലേക്ക് വരിക, and stay with me. എന്നോടുകൂടെ പാർക്കുക. Night time, they stayed with him. ഈ രാത്രി സമയം അവിടെ താമസിച്ചു. And we know that thing happening that night. ആ രാത്രിയിൽ എന്താകുന്നു സംഭവിച്ചെന്ന് നമുക്കറിയാം. And that angels came to know. ഏഞ്ചൽസ് അറിയുവാനിടയായി. And that wickedness in that place, it was so great. ആ സ്ഥലത്തുള്ള ദുഷ്ടത അതികഠിനമായിരിക്കുന്നു. And they came to a conclusion, this place must be destroyed. ഈ സ്ഥലം നശിപ്പിക്കണമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് അവർ കടന്നു വന്നു. And that's why God sent these angels to rescue them from that place. അതുകൊണ്ടാകുന്നു ലോത്തിനെ രക്ഷിക്കേണ്ടതിനായി ദൈവം തന്റെ ദൂതന്മാരെ അവിടേക്ക് അയച്ചത്. Already judgment was determined. ഇപ്പോൾ തന്നെ ന്യായവിധി കൽപ്പിച്ചിരുന്നു. And Lot supposed to be delivered from that place. എന്നാൽ ലോത്തിനെ അവിടെ നിന്ന് രക്ഷിക്കണമായിരുന്നു. There was little time. അതിനുവേണ്ടി അല്പസമയം, or little space was there. അല്പ സ്ഥലം നൽകപ്പെട്ടിരുന്നു. And when sun is up, that city will be destroyed. സൂര്യൻ ഉദിക്കുമ്പോൾ ആ നഗരം നശിപ്പിക്കപ്പെടും. And before that, he had to leave that place. അതിനു മുൻപായി ആ സ്ഥലം വിട്ട് താൻ കടന്നു പോകണമായിരുന്നു. All these years, simply he was living there. കഴിഞ്ഞ ആ വർഷങ്ങളിലൊക്കെയും താൻ ലളിതമായി അവിടെ താമസിച്ചു. Nothing to worry. ഒന്നിനെക്കുറിച്ചും ഭാരമില്ലായിരുന്നു. Nothing to think about judgment. ന്യായവിധിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. Wickedness was growing. ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടിരുന്നു. But it was in the mind of God to destroy. എന്നാൽ ദൈവത്തിന്റെ മനസ്സിൽ അതിനെ നശിപ്പിക്കുവാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. But unto him it was told. എന്നാൽ അവനോട് അത് അരുളപ്പാടായി കൊടുത്തു. See, this city is going to be burned. നോക്കുക, ഈ നഗരം നശിപ്പിക്കുവാൻ പോകുന്നു. And this city is not going to continue as this. ഈ നഗരം ഇതുപോലെ ഇനി തുടരുവാൻ പോകുന്നില്ല. Unto him, when it was told, അവനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ he was lingering there. He was delaying. താൻ അതിനെ നിഷേധിച്ചു. Did not like to come out of there. ആ പട്ടണത്തിൽ നിന്ന് പുറത്തു വരുവാൻ താൻ ആഗ്രഹിച്ചില്ല. He was lingering. ആ താൻ അവിടെ തന്നെ ആയിരുന്നു. But angels had mercy on them and pulled their hands and brought them out. ദൂതന്മാർ അവരോട് കരുണ കാണിച്ച് അവരുടെ കരങ്ങളിൽ പിടിച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. Come, Lodom, come out of this city. ഈ സോദോമിൽ നിന്ന്, ഈ പട്ടണത്തിൽ നിന്ന് പുറത്തു വരിക. And oh daughters, come out of this city. പുത്രിമാരെ പുറത്തേക്ക് വരിക. And to the wife of Lot also it was told. ലോത്തിന്റെ ഭാര്യയോടും അപ്രകാരം തന്നെ അരുളി ചെയ്തു. Before the sun was up, they were brought out of the city. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായി അവരെ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. That little space of grace revealed unto them. കൃപയുടെ അല്പസമയം, ക്ഷണനേരം അവിടെ വെളിപ്പെട്ടു. If we would have lingered more time, അവിടെ അധികം സമയം നിന്നിരുന്നുവെങ്കിൽ, if we had not used that little space of grace, ആ കൃപ കാണിച്ച അല്പസമയം നിഷേധിച്ചിരുന്നുവെങ്കിൽ, and he would have been destroyed with the other people. മറ്റുള്ളവരോടുകൂടെ അവനും നശിക്കുമായിരുന്നു. But that little space grace, he made use of it. എന്നാൽ ക്ഷണനേരത്ത് നൽകപ്പെട്ട കൃപ താൻ ഉപയോഗിച്ചു. In Ezra's life, എസ്രയുടെ ജീവിതത്തിൽ, and he realized the little space grace. തന്റെ ജീവിതത്തിൽ ആ ക്ഷണനേരത്തെ കൃപയെ താൻ മനസ്സിലാക്കി. And the city of God, it was destroyed. ദൈവത്തിന്റെ പട്ടണം നശിപ്പിക്കപ്പെട്ടു. Jerusalem, and it became a heap of stones. യെരൂശലേം കൽക്കൂമ്പാരമായി മാറി. Around 70 years, no one to visit there. 70 വർഷക്കാലം ആരും അവിടെ സന്ദർശിച്ചില്ല. Finally, God raised the spirit of King Cyrus. Ezra chapter 1, verse 1 when we read. എസ്രയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. God stirred up the spirit of Cyrus, king of Persia. പാർസി രാജാവായ കോരേശിന്റെ 1-ാം ആണ്ടിൽ യഹോവ രാജാവിന്റെ മനസ്സ് ഉണർത്തി. And he said, go and build city of Jerusalem. താൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ പോയി യെരൂശലേം പണിയുക. All these years, it is in a ruined state. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവൻ ഇത് നശിപ്പിക്കപ്പെട്ട നിലവാരത്തിലായിരുന്നു. And if anyone would like to go there and build that city, you can go. ആർക്കെങ്കിലും ആ പട്ടണം പണിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി പണിയാം. And your God will be with you. നിങ്ങളുടെ ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. I will give as much as possible. ഞാൻ നിങ്ങളെ കഴിയുന്നിടത്തോളം സഹായിക്കാം. Even other collections also you can take. മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് സ്വീകരിക്കാം. And they started going there. അവർ അവിടേക്ക് പോകുവാൻ തുടങ്ങി. When they reached there, അവർ അവിടെ എത്തിയപ്പോൾ, and there were many enemies. അവിടെ വളരെയധികം ശത്രുക്കൾ ഉണ്ടായിരുന്നു. They stopped stopping him. ശത്രുക്കൾ അവരെ തടയുവാൻ ശ്രമിച്ചു. Enemies could not accept this thing. ഈ കാര്യങ്ങൾക്ക് ശത്രുവിനെ അംഗീകരിക്കാൻ കഴിയുകയില്ല. How this man come to rebuild this city? എപ്രകാരം ഈ വ്യക്തി കടന്നു വന്ന് ഈ പട്ടണത്തെ പണിയും? How this man could rebuild temple of God? ഈ മനുഷ്യന് എപ്രകാരം ദൈവത്തിന്റെ ആലയം പണിയുവാൻ കഴിയും? And when we read chapter 4 and 5, 4-5 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ, we can understand many enemies Ezra and his people faced. എസ്രായും തന്റെ ജനവും അനേക ശത്രുക്കളെ അഭിമുഖീകരിച്ചതായി നാം കാണുവാൻ Even കഴിയും. face to face he had to face enemies. അവന് മുഖാമുഖമായി ശത്രുവിനെ അഭിമുഖീകരിക്കണമായിരുന്നു. And
behind his back, many worked against him. തനിക്ക് പിന്നിലും അനേക ശത്രുക്കൾ പ്രവർത്തിച്ചു. Many wrote letter against him. അനേകരും തനിക്ക് വിരോധമായി കത്തുകൾ എഴുതി. For a while it was stopped. ഒരു അല്പസമയത്തേക്ക് അത് നിർത്തപ്പെട്ടു. Again work was started. വീണ്ടും ആ പണി ആരംഭിച്ചു. At that time he said, ആ സമയത്ത് താൻ പറഞ്ഞു, and we were deserved for judgment. ഞങ്ങൾ ന്യായവിധിക്ക് യോഗ്യരായിരുന്നു. Or we were deserved for death and condemnation. ഞങ്ങൾ മരണത്തിനും ന്യായവിധിക്കും യോഗ്യരായിരുന്നു. In such a way, our iniquities were great. അപ്രകാരം ഞങ്ങളുടെ അനീതി, ഞങ്ങളുടെ അകൃത്യങ്ങൾ വലുതായിരുന്നു. We were grieved our God. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ദുഃഖിപ്പിച്ചു. We did things against God. ഞങ്ങളുടെ ദൈവത്തിന് വിരോധമായി ഞങ്ങൾ പ്രവർത്തിച്ചു. And all our fathers and ourselves, we did everything against the will of God. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായി പ്രവർത്തിച്ചു. But our God punished less than what we deserved. എന്നാൽ ദൈവം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒത്തവണ്ണം അല്ലെ അതിൽ കുറഞ്ഞ അളവിൽ മാത്രമാകുന്നു ഞങ്ങളെ ശിക്ഷിച്ചത്. And what we deserved, or according to our what the status or a standard, or how much we must be punished, in that much level we were not punished. ഞങ്ങളുടെ നിലവാരത്തിനനുസരിച്ച് ദൈവം ഞങ്ങളെ ശിക്ഷിച്ചില്ല. And less than what we deserved, God judged us. ഞങ്ങളുടെ അർഹതയ്ക്ക് കുറവായിട്ട് ദൈവം ഞങ്ങളെ ശിക്ഷിച്ചു. Now we got this little space grace. ദൈവം ഇപ്പോൾ ക്ഷണനേരത്തേക്കുള്ള കൃപ നൽകിയിരിക്കുന്നു. Yes, dear children of God. അതേ പ്രിയ ദൈവമക്കളെ, even in our life, നമ്മുടെ ജീവിതത്തിലും and many ways God would have judged us and removed us from the face of this earth. അനേക വിധത്തിൽ ദൈവം നമ്മളെ ന്യായം വിധിച്ച് ഈ ഭൂമിയുടെ മുഖത്തു നിന്ന് നമ്മളെ We നീക്കിക്കളയാമായിരുന്നു. were not grateful to the Lord, നാം നമ്മുടെ ദൈവത്തോട് നന്ദിയുള്ളവരായിരുന്നില്ല. and we did not live the worthy life of our calling. നമ്മുടെ വിളിക്ക് യോഗ്യമായ ജീവിതം നാം നയിച്ചില്ല. We did not walk in His ways perfectly. നാം നമ്മുടെ ദൈവത്തിന്റെ വഴികളിൽ പൂർണ്ണതയോടെ നടന്നില്ല. We did not do the will of God. നാം ദൈവത്തിന്റെ ഹിതം പ്രവർത്തിച്ചില്ല. We walked in our own ways. നാം നമ്മുടെ സ്വന്തം വഴികളിൽ നടന്നു. Like that, so many mistakes, shortcomings in our life. അപ്രകാരം അനേക തെറ്റുകൾ, അനേക കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. We were not punished at all. എന്നാൽ നാമോ ശിക്ഷിക്കപ്പെട്ടില്ല. God has shown once again little space of grace. ദൈവം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ക്ഷണനേരത്തേക്കുള്ള കൃപ In നൽകിയിരിക്കുന്നു. grace period, another grace small period has been extended. ഈ കൃപായുഗത്തിൽ കൃപയുടെ ഒരു ക്ഷണനേരം കൂടെ നമുക്ക് നൽകിയിരിക്കുന്നു. And God would have finished our work. ദൈവത്തിന് ആ പ്രവൃത്തി തീർക്കാമായിരുന്നു. And God would have stopped grace period. ദൈവത്തിന് കൃപായുഗം But അവസാനിപ്പിക്കാമായിരുന്നു. He did not stop the grace period. എന്നാൽ ദൈവം ആ കൃപായുഗത്തെ അവസാനിപ്പിച്ചില്ല. If He had been appeared 2 months ago, 2 മാസം മുമ്പ് നമ്മുടെ ദൈവം പ്രത്യക്ഷനായിരുന്നുവെങ്കിൽ and how many would have been taken up? എത്ര പേർ എടുക്കപ്പെടുമായിരുന്നു? Many of us would have not been taken up. നമ്മൾ അനേകരും എടുക്കപ്പെടുമായിരുന്നില്ല. And definitely, around 99% would have been left behind. തീർച്ചയായും 99% ആൾക്കാരും കൈവിടപ്പെടുമായിരുന്നു. But our God loved us with an everlasting love. എന്നാൽ നമ്മുടെ ദൈവം നിത്യസ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ചു. That's why the little space grace has been added in our life. അതുകൊണ്ടാകുന്നു ക്ഷണനേരത്തേക്കുള്ള കൃപ നമ്മുടെ ജീവിതത്തിൽ കൂട്ടി തന്നിരിക്കുന്നത്. My child, once again come back to me. എന്റെ പൈതലെ ഒരു പ്രാവശ്യം കൂടെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. And don't harden your heart. നിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. In our life, നമ്മുടെ ജീവിതത്തിൽ many times we don't realize that little space grace. നമ്മുടെ ജീവിതത്തിൽ ക്ഷണനേരത്തേക്കുള്ള കൃപയെ അനേക സന്ദർഭത്തിലും നാം മനസ്സിലാക്കുന്നില്ല. March 19th, I had to come here. മാർച്ച് 19 ഞാൻ ഇവിടെ കടന്നു വരണമായിരുന്നു. And my flight was 19th night. എന്റെ വിമാനം 19 രാത്രിയിലായിരുന്നു. And 19th noon time, lockdown started here. 19 ഉച്ചയ്ക്ക് ലോക്ക്ഡൌൺ ഇവിടെ ആരംഭിച്ചു. So I could not come here. എനിക്ക് ഇവിടെ കടന്നു വരാൻ കഴിഞ്ഞില്ല. After that extended 15 days, 30 days, 35 days, like that period was extended. അതിനുശേഷം ലോക്ക്ഡൌൺ 15 ദിവസം, 30 ദിവസം, 35 ദിവസം അപ്രകാരം കൂട്ടിക്കൊണ്ടിരുന്നു. Along with me, so many others also. എന്നെ പോലെ അപ്രകാരം അനേകരും, Few believers ചില വിശ്വാസികൾ, and thousands of people. അനേക ആയിരം ജനങ്ങൾ. And they were expecting to travel that particular day or in the days. ആ പ്രത്യേക ദിവസം അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ അനേകരും സഞ്ചരിപ്പാൻ ഒരുക്കമായിരുന്നു. All of a sudden, that door here closed. പെട്ടെന്ന് തന്നെ ഇവിടേക്കുള്ള വാതിൽ അടയ്ക്കപ്പെട്ടു. And that's why we couldn't travel. അതുകൊണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ കഴിഞ്ഞില്ല. But we were waiting. ഞങ്ങൾ കാത്തിരുന്നുകൊണ്ടേയിരുന്നു. See, all of a sudden it closed. Every expectations as if become blank, it appeared. പെട്ടെന്ന് തന്നെ വാതിലുകൾ അടഞ്ഞപ്പോൾ എല്ലാ പ്രതീക്ഷകളും അപ്പോൾ തന്നെ അസ്തമിച്ചതുപോലെ കാണപ്പെട്ടു. Many prayed. അനേകരും പ്രാർത്ഥിച്ചു. We prayed. ഞങ്ങൾ പ്രാർത്ഥിച്ചു. And we were waiting for little space of grace to be given. ക്ഷണനേരത്തേക്കുള്ള കൃപ നൽകപ്പെടുവാനായി ഞങ്ങൾ കാത്തിരുന്നു. All of a sudden, July 9th night they told. പെട്ടെന്ന് തന്നെ ജൂലൈ 9 അവർ പ്രകാരം പറഞ്ഞു, From 12th onwards they are starting flight for 15 days. 12 മുതൽ 15 ദിവസത്തേക്ക് വിമാനങ്ങൾ ആരംഭിക്കുന്നു. Little space
it will be given, അല്പസമയത്തേക്ക് ക്ഷണനേരം നൽകപ്പെടുന്നു. and in the time you have to travel. ആ സമയത്ത് ഞങ്ങൾ യാത്ര ചെയ്യണം. And you have to make use of these 15 days. ഈ 15 ദിവസം നിങ്ങൾ ഉപയോഗിക്കണം. And I made use of it. ഞാൻ ഇതിനെ ഉപയോഗിച്ചു. And some of our believers and others also made use of it. നമ്മുടെ വിശ്വാസികളിൽ ചിലരും മറ്റുള്ളവരും ഈ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചു. And what I want to say, ഞാൻ എന്താകുന്നു പറയുവാൻ ഉദ്ദേശിക്കുന്നത്, unlike that, God has given little space once again to worship God. അതുപോലെ ദൈവത്തെ ആരാധിപ്പാനായി ഒരു ക്ഷണനേരം കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. And God has given freedom before the coming of the Lord. കർത്താവിന്റെ വരവിന് മുൻപായി സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. But many of us don't realize. എന്നാൽ അനേകരും ഇതിനെ മനസ്സിലാക്കുന്നില്ല. And both the sides of Jesus, there were two thieves. യേശുവിന്റെ രണ്ട് സൈഡിൽ രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു. And when Jesus was crucified, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ and they began to mock Jesus. അവർ യേശു ക്രിസ്തുവിനെ പരിഹസിപ്പാൻ തുടങ്ങി. And one mocked very much. ഒരു കള്ളൻ അധികമായി പരിഹസിച്ചു. But another thief, എന്നാൽ മറ്റേ കള്ളൻ, and he started scolding him. എന്നാൽ മറ്റേ കള്ളൻ അടുത്തുള്ള കള്ളനെ ശാസിക്കുവാൻ തുടങ്ങി. And we are righteously judged. നാം നീതിയോടെ വിധിക്കപ്പെട്ടിരിക്കുന്നു. And we are worthy of death. നാം മരണയോഗ്യരാകുന്നു. We have committed that much mistake. നാം അത്രത്തോളം ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. But see this man. എന്നാൽ ഈ യേശുവിനെ നോക്കുക. He has not committed any mistake. താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. And he is righteous man. താൻ നീതിയുള്ള വ്യക്തിയാകുന്നു. He did only good unto others. താൻ നന്മ മാത്രം മറ്റുള്ളവർക്ക് ചെയ്തു. But we were worthy of death. നാം മരണത്തിന് യോഗ്യരാകുന്നു. And he made use of that little space grace. എന്നാൽ ആ ഒരു കള്ളൻ ആ അല്പനേരത്തേക്ക് ലഭിച്ച കൃപയെ ഉപയോഗിച്ചു. And he got very good encounter with Jesus. തനിക്ക് യേശുക്രിസ്തുവിനോട് ഏറ്റവും നല്ലൊരു അഭിമുഖം ഉണ്ടായി. And that moment he pleaded with Jesus. ആ സമയത്ത് താൻ യേശുവിനോട് യാചിച്ചു, Jesus, be merciful on me. യേശുവേ എന്നോട് കരുണ തോന്നണമേ. When you come to the kingdom, remember me. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. Don't reject me. എന്നെ തള്ളിക്കളയരുതേ. Lord, have merciful on me. ദൈവമേ എന്നോട് കരുണ തോന്നണമേ. And how many minutes I don't know. എത്ര നിമിഷം സംസാരിച്ചു എന്ന് അറിയുന്നില്ല. It may be less than 5 minutes. 5 മിനിറ്റിൽ കുറഞ്ഞ സമയം മാത്രം. Or it may be less than 2 minutes. അല്ലെങ്കിൽ 2 മിനിറ്റിൽ കുറഞ്ഞ സമയം മാത്രം. Just he pleaded for mercy. കരുണയ്ക്കായി താൻ യാചിച്ചു. He found mercy. തനിക്ക് കരുണ ലഭിച്ചു. What Jesus said? യേശുക്രിസ്തു എന്ത് പറഞ്ഞു? Today thou shalt be with me in paradise. ഇന്ന് പരദീസയിൽ നീ എന്നോടുകൂടെ കാണപ്പെടും. In that moment, little space he made use of in his life. ആ ക്ഷണ നേരത്തെ താൻ പ്രയോജനപ്പെടുത്തി. Dear children of God, പ്രിയ ദൈവമൈതലേ, in the life of that man who was in the pool of Bethsaida for 38 years, 38 വർഷക്കാലം ബെത്സേബ കുളത്തിന് സമീപത്തായിരുന്ന ആ വ്യക്തി, an angel used to come there. ദൂതന്മാർ അവിടേക്ക് വരുമായിരുന്നു. And they used to stab that pool. ആ കുളം ദൂതന്മാർ കലക്കുമായിരുന്നു. And many made use of the time. അനേകരും ആ സമയത്തെ ഉപയോഗിച്ചു. That little space, ആ അല്പസമയം, that first entry, ആദ്യം പ്രവേശിക്കുന്നവൻ, they were healed. അവർ സൗഖ്യം പ്രാപിക്കും. And it may be once in a week, അത് ആഴ്ചയിൽ or ഒന്നായിരിക്കാം, once in a month, അല്ലെങ്കിൽ മാസത്തിൽ or ഒന്നായിരിക്കാം, once in a day. അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു Before this പ്രാവശ്യമായിരിക്കാം. man entered, many others entered there. ഈ വ്യക്തി പ്രവേശിക്കുന്നതിന് മുൻപ് അനേകരും അവിടെ പ്രവേശിച്ചു. But 38 years, this man could not use of the time. എന്നാൽ 38 വർഷക്കാലം ഈ വ്യക്തിക്ക് ആ സമയത്തെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. But Jesus went there. എന്നാൽ യേശുക്രിസ്തു അവനെ സന്ദർശിച്ചു. Unto him a little time was given. അവന് ഒരു ക്ഷണനേരം നൽകപ്പെട്ടു. And not angel, ദൂതന്മാരല്ല, Jesus himself. യേശുക്രിസ്തു തന്നെ. And he visited him. യേശു അവനെ സന്ദർശിച്ചു. What he said? താൻ എന്തു പറഞ്ഞു? No one to help me. എന്നെ സഹായിപ്പാൻ ആരുമില്ല. And no one to put me into water. വെള്ളത്തിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ ആരുമില്ല. When I try, another man step in. ഞാൻ പരിശ്രമിക്കുമ്പോൾ മറ്റൊരു വ്യക്തി അവിടേക്ക് പ്രവേശിക്കും. That's why I am in this state. അതുകൊണ്ടാകുന്നു ഞാൻ ഈ അവസ്ഥയിൽ കാണപ്പെടുന്നത്. I could not make use of that little space grace for around 38 years. നീണ്ട 38 വർഷക്കാലം ആ ക്ഷണനേരത്തെ കൃപയെ എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. Now others made use of it. മറ്റുള്ളവർ അതിനെ ഉപയോഗിച്ചു. They got deliverance. അവർക്ക് വിടുതൽ ലഭിച്ചു. But I am in this state. ഞാൻ ഇപ്പോഴും ഈ He അവസ്ഥയിലായിരിക്കുന്നു. openly told to Jesus. താൻ തുറന്ന് യേശുക്രിസ്തുവിനോട് പറഞ്ഞു. Dear children of God, പ്രിയ ദൈവമൈതലേ, let us close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let us all stand up in the presence of God. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let us ask the Lord. നമുക്ക് ദൈവത്തോട് ചോദിക്കാം. Let us make use of the little space grace. ക്ഷണനേരത്തേക്കുള്ള കൃപയെ നമുക്ക് ഉപയോഗിക്കാം. Yes, God has extended this day. ഈ ദിവസം ദൈവം നമുക്ക് നീട്ടി God തന്നിരിക്കുന്നു. has extended this time. ഈ സമയം ദൈവം നമുക്ക് നീട്ടി God തന്നിരിക്കുന്നു. has extended this grace. ഈ കൃപയെ ദൈവം നമുക്ക് നീട്ടി It തന്നിരിക്കുന്നു. is pure mercies of God. അത് ദൈവത്തിന്റെ ശുദ്ധ കൃപയാകുന്നു. Once again to become temple of God. ഒരു പ്രാവശ്യം കൂടെ ദൈവാലയമാകേണ്ടതിന്, To escape from judgment. ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന്, Of escape from death. മരണത്തിൽ നിന്ന് Escape വിടുവിക്കപ്പെടേണ്ടതിന്, from eternal hellfire. നിത്യ നരകത്തിൽ നിന്ന് Escape രക്ഷിക്കേണ്ടതിന്, from eternal separation from God. ദൈവത്തിൽ നിന്ന് നിത്യമായി വേർതിരിക്കപ്പെടാതിരിക്കേണ്ടതിന് Little space grace is given. ക്ഷണനേരത്തേക്കുള്ള കൃപ നൽകപ്പെട്ടിരിക്കുന്നു. Yes, it is given to you and me. അത് നിങ്ങൾക്കും എനിക്കും നൽകപ്പെട്ടിരിക്കുന്നു. Many died and gone.
അനേകരും മരിച്ച് കടന്നുപോയി. Let us ask the Lord. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, Lord, give me wisdom. ദൈവമേ എനിക്ക് ജ്ഞാനം നൽകണമേ. I don't know how much time kept before me. ദൈവമേ എന്റെ മുൻപിൽ എത്ര സമയമുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. Whether it is 1 week or 1 month or 1 year. ഒരു ആഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ ഞാൻ അറിയുന്നില്ല. Lord, whatever rest of the time you kept before me, let me make use of the time. ദൈവമേ നീ എന്റെ മുൻപിൽ ശേഷിപ്പിച്ചിരിക്കുന്ന സമയത്തെ ഞാൻ തക്കത്തിൽ ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണമേ. I should not waste even a single second. ദൈവമേ ഒരു സെക്കൻഡ് പോലും നഷ്ടമാക്കുവാൻ എനിക്ക് ഇടയാകരുത്. Let me get eternal life. ദൈവമേ എനിക്ക് നിത്യജീവൻ ലഭിക്കണമേ. Let me prepare myself for the coming of the Lord. കർത്താവിന്റെ വരവിനായി ഞാൻ എന്നെ തന്നെ ഒരുക്കട്ടെ. When you comes in glory, I must meet you as you are. നീ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നിന്നെ ഞാൻ എതിരേൽപ്പാൻ ഒരുക്കണമേ. Hallelujah, hallelujah. Shadabakatada bavshadabakatada shidabala tibikadabakatada bavshadabala tibikadabakatada bavshadabala shidabala tibikadabakatada bavshadabala tibikadabakatada bakatada ribababakatada tibikadabakatada bavshadabakatada bakatada ribala tibikadabavshadabala tibikadabakatada bavshadabala ribababala tibikadabavshadabala tibikadabakatada bala tibikadabavshadabakatada ribala tibikadabakatada bala tibikadabavshadabala tibikadabakatada. Amen, 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 amen. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Amen. In our lives, God has shown His little space grace. നമ്മുടെ ജീവിതത്തിൽ ക്ഷണനേരത്തേക്കുള്ള കൃപയെ ദൈവം For കാണിച്ചിരിക്കുന്നു. the little space grace, let us all praise God. ആ ക്ഷണനേരത്തേക്ക് ദൈവം കാണിച്ചിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. To make use of the time to escape from the wrath to come, let God enable us all. Father, let us all praise Him. ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കോണം ഈ ക്ഷണനേരത്തെ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. No one should harden their heart. ആരും തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. No one should stay as foolish. ആരും ഭോഷത്വമുള്ളവരായി കാണപ്പെടരുത്. Let them have the grace to repent. മനസ്താപപ്പെടുവാൻ തക്കോണം കൃപ നൽകപ്പെടണം. Like that penitent thief. ആ കള്ളനെ പോലെ. And in the last moment, at least in these days, അവസാന നിമിഷം അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ let everyone come to Christ. എല്ലാവരും ക്രിസ്തുവിലേക്ക് കടന്നു He വരണം. is ready to accept everyone. അവൻ എല്ലാവരെയും സ്വീകരിപ്പാൻ ഒരുക്കമാകുന്നു. He is ready to change everyone. എല്ലാവരെയും മാറ്റുവാൻ അവൻ ഒരുക്കമാകുന്നു. Christ is ready with the open hands. ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തുറന്ന കൈകളോടെ എല്ലാവരെയും സ്വീകരിപ്പാൻ ഒരുക്കമാകുന്നു. Let everyone come and take refuge under His wings. Father, let's all praise God. എല്ലാവരും കടന്നു വന്ന് അവന്റെ ചിറകിന്റെ കീഴിൽ അഭയം പ്രാപിപ്പാൻ ദൈവം സഹായിക്കുന്നതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. You yourself meditate in this verse. ഈ വചനങ്ങളെ നിങ്ങൾ തന്നെ ധ്യാനിക്കുക. And be in the presence of God. ദൈവസന്നിധിയിലായിരിക്കുക. Continuously let God speak to us. തുടർച്ചയായി ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. Let God make us worthy to meet our beloved on midnight. Father, let's all praise Him. മധ്യാകാശത്ത് നമ്മുടെ പ്രിയനെ എതിരേൽപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും ഒരുക്കട്ടെ. അതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Giving all glory, honor and praise to triune God, and triune God only shall we all praise Him. സകല മാനവും മഹത്വവും സ്തുതിയും പുകഴ്ചയും ത്രിയേക ദൈവത്തിന് മാത്രം അർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. கர்த்தாவே நாங்களும் ஸ்தோத்திரிக்கிறோம். ஆசீர்வதிக்கப்பட்டதான ஒரு கூடி வருதலை கர்த்தர் எங்களுக்கு தந்தபடியால் ஸ்தோத்திரம். கொஞ்ச நேரமானாலும் தெய்வ சமூகத்திலே நாங்கள் கடந்து வந்து கர்த்தாவே நீர் எங்களுக்கு நல்ல மேய்ப்பராயிருக்கிறபடியால் ஜீவனையும் பரிபூர்ண ஜீவனையும் எங்களுக்கு வாக்குத்தத்தம் செய்திருக்கிறபடியால் உம்மிலே கலிகூறும்படியாக தேவன் ஒன்று கூட கர்த்தாவே இந்த நேரம் எங்களை சிறு கூட்டமாக கூட்டின தயவுக்காக நாங்கள் நன்றியோடு ஸ்தோத்திரிக்கிறோம் ஐயா. மெய்யாகவே நீர் எங்களோடு பேசினதான பிரகாரமாக கர்த்தாவே உம்மாலே கொஞ்ச நேரம் கிருபை பெற்ற ஜனங்களாய் ஜீவிக்க தேவன் தந்திருக்கிற கிருபைக்காய் ஸ்தோத்திரிக்கிறோம். கொஞ்ச நேரம் கர்த்தாவே கிருபை பெற்று உம்மை ஆராதிக்கும்படியாக எங்களை ஒன்றாய் கூட்டி தயவுக்காக நாங்கள் நன்றியோடு ஸ்தோத்திரிக்கிறோம். எத்தனையோ பேருக்கு கிடைக்காத இந்த ஸ்லாக்கியத்தை கர்த்தர் எங்களுக்கு தந்தீரே ஆண்டவரே. லோத்தின் வாழ்க்கையில தெய்வமே உம்மாலே கொஞ்ச நேரம் கிருபை கிடைத்தபடினால தாமதித்துதான் அவனை கர்த்தாவே அந்த அழிவில் இருந்து வெளியே கொண்டு வந்தது போல கர்த்தாவே லார்ட் தெய்வமே இஸ்ராவின் நாட்கள்ல கூட கோரேசின் ஆவியை ஏவி தெய்வமே எருசலேம் தேவாலயத்தை கட்டும்படியாக கர்த்தாவே லார்ட் கொஞ்ச நேரம் கிருபை கிடைத்தது போல ஆண்டவரே எத்தனையோ காரியங்கள் உமக்கு விரோதமாக நாங்களும் எங்களுடைய பிதாக்களும் செய்து
செய்திருக்கிறோம். அவைகளை எல்லாம் தேவன் கிருபையா இறங்கி மன்னித்திருக்கிற தயவுக்காக நாங்கள் நன்றியோடு ஸ்தோத்திரிக்கிறோம். எங்களை தவறுக்கு ஏற்றுவார் எங்களை தண்டிக்காத அளவுக்கு ஆண்டவரே உம்முடைய பார்வையில கொஞ்ச நேரம் கிருபை பெற்ற ஜனங்களாய் உம்முடைய இரக்கத்தை பெற்ற ஜனங்களாய் கர்த்தர் எங்களை மாற்றி இருக்கிறதான தயவுக்காய் ஸ்தோத்திரம். அந்த சிலுவை கல்லவனை போல ஆண்டவரே கொஞ்ச நேரம் கிருபை பெற்றவர்களாய் கர்த்தாவே உம்முடைய பரலோக ராஜ்யத்துக்கு சொந்தமாக்கி இருக்கிற தயவுக்காக நாங்கள் நன்றியோடு ஸ்தோத்திரிக்கிறோம் ஆண்டவரே. லார்ட், தொடர்ந்து இந்த அனுபவத்திலே நாங்கள் நிலைத்திருக்கத்தக்கதாக கர்த்தர் ஒவ்வொருவருக்கு உதவி செய்தலும்படியாக வேண்டிக் கொள்கிறோம். நன்றியுடையவர்களாய் தொடர்ந்து ஜீவிக்க எல்லாருக்கும் கர்த்தர் உதவி செய்யும்படியாக வேண்டிக் கொள்கிறோம் ஐயா. இனியுள்ள நாட்கள் எப்படி இருக்கும் என்று எங்களுக்கு தெரியாது ஐயா. லார்ட், இந்த கிருபையிலே நாங்கள் களி கூறக்கூடியவர்களாக, இதிலே நாங்கள் பெருகக்கூடியவர்களாக, இதிலே நாங்கள் கர்த்தாவே எப்போதும் நிலைத்திருக்கக்கூடியவர்களாய் காணப்பட கர்த்தர் உதவி செய்தலும்படியாக வேண்டிக் கொள்கிறோம். கிருபையுள்ள வசனத்துக்கு முழுவதுமாய் எங்களை ஒப்புக் கொடுக்கிறோம். நினையாத நேரம் வரப்போகிறீர். கிருபை பெற்றவர்களாகி நாங்கள் உம்மை சந்திக்க எங்கள் ஒவ்வொருவரையும் தகுதிப்படுத்தும். துதிகன மகிமை மக்கே செலுத்துகிறோம். ஏற்றுக்கொள்ளும் இயேசுவின் நாமத்தில் வேண்டிக் கொள்கிறோம் பிதாவே. Amen. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Now may the grace of the Lord Jesus Christ, love of Father, and the sweet fellowship of the Holy Spirit rest and abide with us all and with all the saints until Jesus Christ returns in His glory. Hallelujah. Hallelujah. Hallelujah.